പദത്തിനെ പേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട, മനുഷ്യനെ മാത്രം പേടിച്ചാൽ മതി. ഓക്കെ, സ്ട്രെസ് ഉണ്ടല്ലോ പോരട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകാറുണ്ട്. രാത്രി കാലങ്ങളിൽ ഹോസ്പിറ്റൽ ഒരു ഹൗണ്ടഡ് പ്ലേസ് ആണെന്ന് നമ്മൾ എല്ലാവരും ഉൾമനസ്സിൽ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്ന സിനിമകളും സീരീസുകളും ഒക്കെ ഇതിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകാറുണ്ട്. നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൽ പരസ്പരം പ്രൊഫഷണൽസ് കണ്ടുമുട്ടുമ്പോൾ അവർക്കും ഷെയർ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ കാണും. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആസ് എ നഴ്സ് എനിക്കുണ്ടായ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രേതം ഉണ്ടോ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പ്രേതം ചിലർക്കുണ്ടായിരിക്കാം, ചിലർക്ക് ഇല്ലായിരിക്കാം. പക്ഷെ പ്രേതത്തിനെ പേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട, മനുഷ്യനെ മാത്രം പേടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ അറിവിൽ അത് പ്രേതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. എനിക്ക് ഒരു ടൈം നൈറ്റ് ഡ്യൂട്ടി കിട്ടിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം നൈറ്റ് ഡ്യൂട്ടി എല്ലാവർക്കും കിട്ടും. അങ്ങനെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കിട്ടിയ സമയത്ത് വേറെ നഴ്സുമാരൊന്നും ഇല്ലായിരുന്നു എൻ്റെ ആ ഒരു വാർഡിൽ. ഞാനും എൻ്റെ ഡോക്ടറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരിയും ഞാനും കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുക. ഏകദേശം നമ്മളൊരു 12:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കും. അപ്പം നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് സെറ്റായിട്ടിരിക്കുമ്പോഴത്തേന് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പേഷ്യൻറ്റിന് അന്നേരം സീരിയസ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് സീരിയസ് ആയി തുടങ്ങി. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വന്നു, നമ്മളോട് പറഞ്ഞു ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പം നമ്മൾ പറഞ്ഞു ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കാൻ പോകല്ലോ, എന്ത് പറ്റി എന്നുള്ളത് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി അതുവരെ ഒരു ബെഡ് റിഡൻ പേഷ്യൻ്റ് ആയിരുന്നു. അതായത് നമുക്ക് ബെഡിൽ നിന്ന് തിരിയാനോ മാറാനോ ഒന്നും പറ്റത്തില്ല. ആ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് കൊണ്ടായിരുന്നു പുള്ളിക്കാരി എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് പുള്ളിക്കാരി എണീറ്റിരിക്കുന്നു. പുള്ളിക്കാരി സംസാരിക്കുന്നു. ലൈക്ക് അവരുടെ മദർ ടങ്ങിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ മദർ ടങ് എന്ന് പറഞ്ഞാൽ മലയാളം ആണെങ്കിലും അവരുടെ മദർ ടങ് മലയാളം അല്ലായിരുന്നു, വേറെ ഏതോ നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയായിരുന്നു. അത്ര നേരം അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹിന്ദിയിലായിരുന്നെങ്കിലും പക്ഷേ അവരുടെ സംസാരവും മാറി, അവരുടെ ടോണും മാറി, അവരുടെ ഭാഷയും മാറി, എല്ലാം മാറി. അപ്പം നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പുള്ളിക്കാരി എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ട് ആരോടെ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താണ് പുള്ളിക്കാരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയണമല്ലോ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്നെ ശല്യം ചെയ്യാതിരിക്കുക. പുള്ളിക്കാരി നമ്മളെ ആരെയും നോക്കിയല്ല പറയുന്നത്, ജസ്റ്റ് ഒരു കോർണറിലോട്ട്, ആ റൂമിൻ്റെ ഒരു കോർണറിലോട്ട് നോക്കിയിട്ടാണ് പറയുന്നത് എന്നെ ശല്യം ചെയ്യാതിരിക്കൂ, ഞാനിവിടെ സമാധാനത്തോടു കൂടി കിടന്നോട്ടെ, കഷ്ടമുണ്ട് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനും വരുവാണ് എന്ന് പറഞ്ഞിട്ട് ആരോടോ സംസാരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ ഹസ്ബൻഡിന് പേടിയായി. പുള്ളിക്കാരൻ പറയുന്നു അവിടെ ഒന്നും ആരും ഇല്ല, നീ എന്നോടല്ലേ സംസാരിക്കുന്നതെന്ന് പുള്ളിക്കാരൻ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്താ ഇങ്ങനൊന്നും ഇല്ല, നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല, നിന്നെ ആരും ശല്യം ചെയ്യുന്നില്ല, ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യുന്നില്ല, നിനക്ക് ഉറങ്ങണമെങ്കിൽ നീ ഉറങ്ങിക്കോ, നിനക്ക് വെള്ളം തരാമോ, അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി സഡനായിട്ട് എണ്ണീറ്റിരുന്ന് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ഫസ്റ്റ് ബെഗ് ചെയ്യുമായിരുന്നു. ഇതൊന്നും നമുക്ക് മനസ്സിലായില്ല. നമുക്ക് പുള്ളിക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതാണ്. കാരണം പ്യുവർ മദർ ടങ്ങിലാണ് പുള്ളിക്കാരി സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എമർജൻസി ആയിട്ട് പുള്ളിക്കാരി ICUലോട്ട് മാറ്റുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് അവിടുന്ന് സിവിയർ ആയിട്ട് പുള്ളിക്കാരി അടുത്ത ദിവസം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരി ആരോടാണ് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാനും എന്നെ ഡോക്ടറും പേടിച്ചോ എന്ന് ചോദിച്ചാൽ പേടിച്ചു. ഞാനും പുള്ളിക്കാരിയും കൂടെ ജസ്റ്റ് അവരുടെ മുന്നേ നമുക്ക് പേടിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ICUയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു, ഞങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നു. അന്നും നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയി, ഞാനൊക്കെ മരവിച്ചാണ് ഞാൻ വീട്ടിൽ പോയത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഒരുമാതിരി നമ്മളുടെ കണ്ണിന്റെ മുന്നിൽ ഇതിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഡ്രസ് ഉണ്ടല്ലോ പോരട്ടെ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ ഇങ്ങനെ എന്തൊക്കെയാ ഇത് ഇങ്ങനെ ആയിപ്പോകും. പക്ഷെ നമുക്ക് കെയർ കൊടുക്കണം, നമുക്ക് കെയർ കൊടുക്കുകയും വേണം, നമുക്ക് പുള്ളിക്കാരിയെ നോക്കുകയും വേണം, പുള്ളിക്കാരിക്ക് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. സ്റ്റിൽ നമ്മളുടെ തല പൊട്ടിത്തെറിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റിയാലേ അതിൻ്റെ ഒരു ലത് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ലതറിഞ്ഞതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ്. ഇതുപോലത്തെ കുറേ എക്സ്പീരിയൻസ് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ
ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതുപോലത്തെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു സോ മച്ച് കണ്ടിരുന്നതിന്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.